നമസ്കാരം. വെനസ്വേലയിലും ഇറാനിലും അമേരിക്ക നടത്തിയ സൈനിക ഇടപെടലുകളെ പ്രശംസിച്ചുകൊണ്ട് അടുത്ത ലക്ഷ്യം ക്യൂബയാണ് എന്ന ശക്തമായ സൂചന നൽകി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിയാമിയിൽ നടന്ന നിക്ഷേപ ഫോറത്തിലാണ് ക്യൂബയിലെ ഭരണകൂടം തകർച്ചയുടെ വക്കിലാണെന്നും സൈനിക നടപടി സാധ്യമാണ് എന്നുമാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ക്യൂബയുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ച ട്രംപ് തന്റെ കരുത്തുറ്റ സൈന്യത്തെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ക്യൂബയാണ് തൊട്ടു പിന്നിലെന്നും കൂട്ടിച്ചേർത്തു. എണ്ണ ഇറക്കുമതിയിലെ തടസ്സങ്ങൾ കാരണം ക്യൂബൻ സമ്പദ് വ്യവസ്ഥ നിലവിൽ വലിയ പ്രതിസന്ധിയിലാണെന്ന് നേരത്തെ ക്യൂബയ്ക്ക് എണ്ണ നൽകിയിരുന്ന വെനസ്വേലയിലെ നിക്കോളസ് മദൂറോ ഭരണകൂടത്തെ അമേരിക്ക ഓപ്പറേഷനിലൂടെ പുറത്താക്കിയതോടെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത്. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് വെനസ്വേലയിലെ പുതിയ സർക്കാർ ക്യൂബയിലേക്കുള്ള എണ്ണ കയറ്റുമതി നിർത്തിവെച്ചു. വൈദ്യുതി നിലയങ്ങളുടെയും ഗതാഗതത്തിന്റെയും പ്രവർത്തനത്തെ ഇത് ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ അമേരിക്കയുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ വ്യക്തമാക്കിയത്. എന്നാൽ ക്യൂബ ഒരു സൗഹൃദ ഏറ്റെടുക്കലിന് വിധേയമാക്കാമെന്ന് പറഞ്ഞ ട്രംപ് പിന്നീട് അത് അത്ര സൗഹൃദപരമായിരിക്കില്ല എന്നും മാറ്റി പറയുകയായിരുന്നു. ഹവാനയിലെ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള കടുത്ത നടപടികളിലേക്കാണ് അമേരിക്ക നീങ്ങുന്നതെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. അമേരിക്കയുമായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ തങ്ങളുടെ പ്രസിഡന്റിന്റെ ഭരണകാലാവധിയെക്കുറിച്ച് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ക്യൂബൻ സർക്കാരിന്റെ നയം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ക്യൂബൻ പ്രസിഡന്റ് മിഗ്വലിന്റെ സ്ഥാനത്തെ ചൊല്ലി അമേരിക്ക ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു ക്യൂബയുടെ പ്രസ്താവന എത്തിയതും. ഇത് ക്യൂബയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഇതിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടാൻ അവകാശമില്ല എന്നുമാണ് ക്യൂബൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഉപരോധങ്ങൾ ക്യൂബൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് ഒരു കരാറിനില്ല എന്നായിരുന്നു ക്യൂബയുടെ നിലപാട്. പ്രസിഡന്റിന്റെ കാലാവധിയോ ഭരണഘടനയോ ചർച്ചാ വിഷയമല്ല എന്ന് ക്യൂബൻ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് ചർച്ചകളെ തടസ്സപ്പെടുത്തുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കരീബിയൻ മേഖലയിലെ സമാധാനം നിലനിർത്താൻ അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറാണ് എങ്കിലും രാഷ്ട്രീയമായ കീഴടങ്ങലിന് ക്യൂബ തയ്യാറല്ല എന്നാണ് ഇതിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും കടുത്ത നിബന്ധനകൾ തുടരുകയാണ് എങ്കിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുത അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്വന്തം അയൽപ്പക്കത്ത് മറ്റൊരു നയതന്ത്ര പ്രതിസന്ധി കൂടി ഒഴിവാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം ഫലവത്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.